ഈ പണി നടക്കുന്നത് തിരൂരിലാണ്. അപ്പോൾ ചെറിയ ഗാർഡൻ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഇതാണ്. ആദ്യം നമുക്ക് മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്, ഇതവിടെ തിരൂർ ഭാഗത്ത് പോയി കലർന്നൊരു മണ്ണായതുകൊണ്ട് ഞാൻ കുറച്ച് ചുവപ്പ് മണ്ണ് ഇറക്കിയിട്ട് അതാണ് നമുക്ക് ലെവൽ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ഇന്ത്യക്കാരാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കും, അവർ അതുപോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ വീടിൻ്റെ മൂല വരെ ഉണ്ട് സംഭവം ചെയ്യാം. പിന്നെ ഇവിടെ സ്ഥാനദൃഷ്ടം ഇട്ട ടൈമിൽ കുറച്ച് ബാക്കി വരുന്ന ബാലൻസ് പീസുകളാണ്, കട്ട് ചെയ്ത പീസുകളെല്ലാം. അപ്പോൾ അതൊക്കെ കയറ്റിയിട്ട് നമുക്ക് ഒരു നടവഴി സെറ്റ് ചെയ്യണം ഇതിലൂടെ, ഗാർഡനിലൂടെ. അപ്പോൾ അത് അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. ആ വഴിയിൽ അവിടെയുള്ള അത്യാവശ്യം ലെവലുള്ള പീസുകൾ നമ്മൾ ആ വഴിയിൽ ഇട്ട് കൊടുത്തു. അതാണ് ഇനി ഗാർഡനിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഭംഗിയാവുകയും ചെയ്യും, ഒരു ആ കല്ല് നമുക്ക് ചിലവായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഏകദേശം തെങ്ങിന് തടമിട്ട് കൊടുത്തു. തെങ്ങിന് നമുക്ക് തടമിട്ട് കൊടുത്തു. ഇനി അങ്ങേസുള്ള ഈ തെങ്ങിനും കൂടി തടമിടാനുള്ള പരിപാടി. ആ തടമിട്ടത് നമ്മൾ തേച്ച് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങേ സൈഡിൽ നമ്മൾ സെറ്റാക്കിയിട്ട് കീറിയിട്ട് കല്ലിടണം. അങ്ങനത്തെ ഏകദേശം അങ്ങനെ തേച്ച് 2 സൈഡുള്ളൂ. ഈ സൈഡിലെ നടവഴി ഒക്കെ സെറ്റാക്കി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ അടുത്തത് പടുത്തിട്ടുണ്ട്. പടുത്ത് ഞങ്ങൾ തേപ്പ് തുടങ്ങി. നമ്മൾ കല്ല് വഹിച്ച മാതിരിക്കുള്ള തേപ്പാണ് നമ്മൾ തേക്കുന്നത്. അങ്ങനെ അത് തേക്കാണ്. അപ്പോൾ തേച്ച് ഏകദേശം പകുതിയിലേതായി. അതിൻ്റെ ഇടയിൽ നമ്മൾ നടവഴി സെറ്റ് ചെയ്യാനുള്ള അവിടെ വേസ്റ്റ് പീസുകൾ എടുത്തിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. മണ്ണിൽ തന്നെ ആയതുകൊണ്ട് പേയ്മെൻറ്റിൽ ഇടുന്നില്ല, മണ്ണിൽ തന്നെ നമ്മൾ ഒന്ന് താത്തി അടിച്ചമർത്തിക്കിട്ടാണ് വെക്കുന്നത്. പിന്നെ അത് ഇളകാതെ വെക്കാൻ ചെറിയ ലോക്ക് കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് കൊണ്ട് ചെറിയ ലോക്ക് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തെങ്ങിൻ തടമൊക്കെ തേച്ച് കഴിഞ്ഞിട്ടാണ് ഈ സൈഡിൽ കല്ല് വരി രൂപത്തിലാക്കിയിട്ട് മണ്ണൊക്കെ ഏകദേശം ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു മരക്കുറ്റി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ വീട്ടുകാരെ പറഞ്ഞിട്ടൊന്നുമല്ല, നമ്മളൊരു ഐഡിയക്ക് ഏതെങ്കിലും ഗാർഡനല്ലേ, കാണാൻ ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അങ്ങനെ ഇതാ ഈ സൈഡിൽ നമ്മൾ മരത്തിൻ്റെ പീസ് വെച്ചാൽ എനിക്ക് തെങ്ങിൻ തടം ഏകദേശം മരത്തിൻ്റെ ഷേപ്പ് ആക്കിക്കൊണ്ട് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയതായിട്ടാണ്, ഒരു ചെറിയ മരക്കുറ്റി, അത് മുറിച്ച് വരാനുള്ള അതുപോലെയാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഏകദേശം നമ്മളെ നടവയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നടവയിൽ നമ്മൾ ആദ്യം നേരത്തെ ഇട്ടുന്ന ലോക്ക് ഉണ്ടല്ലോ, കോൺക്രീറ്റോടുള്ള ചെറിയ ലോക്ക്, സെൻറ്ററിലുള്ള ലോക്കെല്ലാം പൊട്ടിച്ച് ഒഴിവാക്കി. ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സെറ്റായി. ഇനി നമ്മളെ ഗ്രാസ് വരുമ്പോൾ അത് സെറ്റായിക്കോളും. അപ്പോൾ ആ സൈഡിലുള്ള ഇതൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് നമ്മൾ, നിസാറ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇല്ല, ഇനിയും കുറച്ചും കൂടി പീസുകൾ അഡ്ജസ്റ്റ് ചെയ്തൊന്നും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മണ്ണ് ലെവലാക്കലും എല്ലാം നടക്കണം. അപ്പോൾ അതായി നമ്മളെ കുറ്റി ഷേപ്പിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കളറിങ് പുല്ലിടൽ എല്ലാം ബാക്കിയാണ്. നടവഴി നമ്മൾ വളച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ കല്ലിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഉള്ള കല്ല് അങ്ങനെ, അപ്പോൾ ആ കല്ലുകൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ രൂപത്തിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുല്ല് വന്ന് നമ്മൾ രാപ്പ വണ്ടിയിലാണ് വന്നത്. ഏകദേശം 350 സ്ക്വയർ ഫീറ്റോളം പുല്ലുണ്ട്. അതിൻ്റെ വീട്ടുകാരെ കുറച്ച് സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുന്ന് ഇറക്കി. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ചുമരൊന്ന് പെയിൻ്റ് അടിക്കണം, ഒരു ബ്ലാക്ക് അടിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ പുല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കളറടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് മുന്നേ ബ്ലാക്ക് അടിച്ച് റെഡി സെറ്റാക്കുക. വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടാണ് ഈ ബ്ലാക്ക് അടിക്കേണ്ടത്. വൈറ്റ് സിമെൻറ്റ് അടിക്കുന്നത് കാണിക്കുന്നില്ല, ഈ ബ്ലാക്ക് അടിച്ചിട്ട്. അപ്പോൾ ഇതിന് ഏകദേശം പിന്നെയുള്ള കുറച്ച് ചെടികളൊക്കെ ഉള്ളിൽ വെക്കാണ്ട്, ആ ചെടികളൊക്കെ വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ ഈ വീടിൻ്റെ ഈ സൈഡിൽ ഒരു ചെറിയൊരു നടവഴി. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മീറ്റർ ബോർഡ് ഉണ്ട്. അപ്പോൾ മീറ്റർ ബോർഡിലോട്ട് പോകാനൊരു നടവഴി, അത്രേ ഉള്ളൂ. അതിനുശേഷം പുല്ലൊക്കെ ഇറക്കി കഴിഞ്ഞ് ഇനി നമ്മൾ പുല്ല് വെക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ മരത്തിൻ്റെ പീസിൻ്റെ കളറിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ആ ഗ്യാപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിസാറിനെ കൊണ്ട് പുല്ല് വെപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങേ സൈഡിലത്തെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങണം. അതിന് ഈ പുല്ലിൻ്റെ പരിപാടി ഏകദേശം സെറ്റാക്കണം. ഏകദേശം നടവഴിയൊക്കെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ
ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇനി തെങ്ങ് തടം പെയിൻറ്റ് ചെയ്യാണ്. അത് നമ്മൾ സാധാരണ നാച്ചുറൽ കളറിൽ കരിങ്കല്ല് മരക്കുള്ള കളറാണ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള, വല്ലാതെ കളറിങ്ങൊന്നുമില്ല. തെങ്ങ് തടമായതുകൊണ്ട് ഇനി വല്ലാതെ ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാച്ചുറലായിട്ടൊരു ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്ന ബ്ലാക്ക് പെയിൻറ്റ് അങ്ങനെ അത് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പുല്ലിടലും നടക്കണമുണ്ട്. ഏകദേശം ടൈം ഏകദേശം 5-5:30 മണി ആയിട്ടുണ്ട്. ഇതെല്ലാ പണിയും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. മറ്റ് സാധാരണ പെയിൻറ്റിങ് ഒരു ദിവസമാണെങ്കിൽ പുല്ല് വെക്കൽ വേറെ ദിവസമാകും. ഇതെല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്യാണ്. പിന്നെ ഈ ദിവസം തന്നെ തീർക്കണം, അതിനുള്ള തത്രപ്പാടും കൂടിയാണ്. അപ്പോൾ ഏകദേശം പുല്ലൊക്കെ ഏകദേശം ആ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നടവഴിയും എല്ലാം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അത്യാവശ്യം അവിടെയുള്ള വീട്ടിലുള്ള ചെടികൾ തന്നെ വെച്ചിട്ടാണ് വെക്കുന്നത്. പുറത്തുനിന്ന് ചെടി കൊടുത്തിട്ടില്ല. കാരണം ഇവിടുത്തെ വീട്ടിൽ തന്നെ അത്യാവശ്യം ചെടികളുണ്ടായതുകൊണ്ട് അതന്നെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മരത്തിന് പെയിൻ്റ് അടിക്കണം, മരക്കുറ്റിക്ക്. ഏകദേശം ചെറിയ ഡെറ്റൊരു സാധാ നോർമൽ കളറിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പരിപാടി കഴിയണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ടൈം ഒരുപാട് അയക്കണം. നമ്മൾ പോരുമ്പോൾ ടൈം ഒരുപാട് വെളിച്ചത്തിൻ്റെ കുറവായി തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഏകദേശം കളറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മരത്തുമ്പിൽ. ഇപ്പോൾ ഒരു മഞ്ഞൊക്കെ കൊടുത്തിട്ട് നമ്മൾ നാച്ചുറൽ കളറിലേക്ക് ആക്കി. അങ്ങനെ ഇപ്പോൾ ഏകദേശം കളർ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. ഏകദേശം പുല്ലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഇനി ഒരുപാട് വീഡിയോസ് എടുക്കാൻ സാധിക്കില്ല. ഒന്നത്തിൽ ഇവിടെ പണി ഫിനിഷിങ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് കുറേ പരിമിതികളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മൾ അടുത്ത ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഫുള്ള് സെറ്റ് ആയതിൻ്റെ ശേഷമുള്ള. ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വെളിച്ചം പോയി തുടങ്ങി, നമുക്ക് വീഡിയോ എടുക്കാനും കഴിയില്ല. അങ്ങനെ ഈ പണി ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഷേപ്പ് എന്നാണ് ഈ ബബിൾസ് കൊണ്ട് ഇതിൻ്റെ സൈഡിൽ വെക്കാറുള്ളതാണ്. ഇപ്പോൾ ടൈമില്ല, അതുകൊണ്ട് അത് പിന്നെ ദിവസം വീട്ടുകാരോട് തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.